സോ ഹലോ ഗൈസ് വാട്സ്ആപ്പ്. ഞാൻ മറ്റു ഗെയിമിങ് കണ്ടിട്ടുണ്ടാണ്, മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് മിനി വേൾഡ് സീസൺ 2ലാണ്. ഏതെങ്കിലും കൂട്ടരന്മാർ ഞാൻ സബ് ചെയ്തിട്ടുണ്ട്. സബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. നമുക്ക് ഇന്ന് നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എളുപ്പമായിട്ട് ഈ സെറ്റിങ്സ് പറഞ്ഞ് കഷ്ടപ്പെട്ടില്ല, എളുപ്പമായി നമ്മുടെ ആ ഒരു ക്യാമറ പൊസിഷൻ മാറ്റാൻ പറ്റിയ സാധനങ്ങളാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എൻ്റെ മൂവ്മെൻറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഞാൻ എപ്പോഴും കളിക്കുന്നതുകൊണ്ട് എനിക്ക് തന്നെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. അതിൻ്റെ കടമക്കൈ മുറിഞ്ഞു, നല്ല മുറിവാണ്. മുറിഞ്ഞ ഗ്രൈൻഡർ വെച്ച് മുറിഞ്ഞാണ്. ഏതാ ഗ്രൈൻഡർ വെച്ച് അറ്റപ്പെടുത്താം മുറിഞ്ഞാൽ ഉഷാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് പിക്കാക്സ് എടുക്കണമെന്ന് സംസാരിച്ച് ഇവിടെ പോയി. ഇനി മേലേക്ക് കയറ്. ചോര വീണ്ടും അത് ആഴത്തിൽ മുറിഞ്ഞുകൊണ്ട് ചോര വീണ്ടും വരുന്നിടേ നിൽക്കുന്നില്ല. അതാണ് വിഷയപ്പോൾ. എന്തോ ഞാൻ കെട്ടിയതാണ്, അപ്പോൾ വേദനിച്ചിട്ട് ഞാൻ വീണ്ടും കഴിച്ചടേ. ഓക്കെ, ഞാൻ പിക്കാക്സ് എടുത്തിട്ട് വരാം. ഇവിടെ ഉണ്ടോ? ആക്സാന്ന് തോന്നുന്നിരിക്കുന്നു. കളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. 2 ദിവസത്തേക്ക് ഇങ്ങനെ ഉണ്ടാവും മിക്കവാറും. ഇത് ഉണങ്ങുന്ന വരെ ഇങ്ങനെ ഉണ്ടാവും. ഇത് കൈ താത്താനൊന്നും പറ്റുന്നില്ല. ഞാൻ വലിച്ചു വെച്ച് താത്തുന്നില്ലാത്തുന്നത് തള്ളവരല്ല പറഞ്ഞ. ഓക്കെ, ഞാൻ പിക്കാക്സ് എടുത്തിട്ട് വരാം. സോ ഗൈസ്, പിന്നെ ലൈവ് എന്തുണ്ടാവാത്തെന്ന് ചോദിച്ചിരുന്നു. വീട്ടിൽ ചെറിയ ഇഷ്യൂ ഉണ്ടായി, അതാണ് ലൈവ് ഇടാൻ പറ്റാണ്ടായിട്ട് ഗൈസ്. എന്താണെങ്കിലും ഈ വട്ടെങ്കിലും ഇടാൻ പറ്റിയെന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇടുകയാണെങ്കിൽ 10 മണി to 11 മണി ആക്കാം കേട്ടോ ഗൈസ്. ആദ്യം 9 മണി to 11 മണിയായിരുന്നു. 11 മണി 10 മണി വരെ 10:30 വരെയൊക്കെ ആയിരുന്നു. 9 മണി അത് ഞാൻ ഇത് കൈ മുറിഞ്ഞുകൊണ്ട് നടക്കുന്നതിലൂടെ ഇറങ്ങി ഗൈസ്. ഇത് വേറെ എന്തെങ്കിലാക്കണം, അല്ലാണ്ട് പറ്റൂല ഇത്. ഓക്കെ, അപ്പോൾ ഞാൻ എത്തി. ഇനി ഞാനിവിടെ നമ്മുടെ എൻചാൻറ്റിങ് ടേബിൾ സെറ്റ് ചെയ്യാൻ പോകണം ഗൈസ്. ഇവിടെ എൻചാൻറ്റിങ് ടേബിൾ സെറ്റ് ചെയ്യാതെ രക്ഷയില്ല ഗൈസ്. അതുകൊണ്ടാണ് പറഞ്ഞാൽ മതിയായിരുന്നു. നമ്മൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലൈവിൽ ഉണ്ടാക്കി വെച്ചതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. നമ്മുടെ ലൈവിൽ കുറേ സാധനങ്ങൾ ലൈവിൽ തന്നെ ഉണ്ടാക്കിയത് അടിപൊളിയാണ്. ലൈവിൽ നമ്മൾ ലൈവ് ഫുള്ള് സെറ്റായതാണ്. എൻ്റെ ലൈവ് ഡെയിലി കാണുന്ന സുൽത്താൻ ബ്രോയ്ക്കൊക്കെ അറിയാം. നമ്മുടെ ലൈവൊക്കെ ഫുള്ള് സെറ്റായതായിരുന്നു. ബട്ട് പിന്നെ അങ്ങ് നിന്നുവിടെ. അത് ഇനി ഇച്ചിരി തിരുമ്പി വരും ഗൈസ്. തിരുമ്പി ഓരോരോ 1.5 വരെ ഞാൻ തിരുമ്പി വരും. ഇച്ചിരി ദിവസം കഴിയട്ടെ. ഇപ്പോൾ ഫുള്ള് തിരക്കാണ്. അപ്പോൾ ആ തിരക്കൊക്കെ വേഗം എനിക്ക് നടത്തണം ഗൈസ്. കാര്യം നടക്കില്ല. ഓക്കെ, ഇനി വീണ്ടും ഒരു സാധനം മറന്ന്. ടോർച്ച് കൊടുത്ത സാധനം. ടോർച്ച് മറന്നു. ഇതെങ്ങനെയായിരുന്നു? സെൻറ്റർ ഇതിൻ്റെ ചുറ്റും വെക്കണം. പക്ഷേ ഇതിന് സെൻറ്റർ ഇപ്പോൾ ഏതാണ്? ഇവിടെ ആയിട്ടാണ് വെക്കാം. ഓക്കെ, അവിടെ വെച്ചിട്ട് ഒരു ലെയറും കൂടെ കളയാം. ഞാനത് ഓഫ് ചെയ്തില്ല. അത് ഓഫ് ചെയ്തിട്ടല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ലാഗ് എടുത്തിടേ. നൈറ്റ് എൻ്റെ കയ്യിൽ ബെഡ് എടുത്തില്ല. നൈറ്റ് ബെഡ് എടുത്തില്ല. ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി ഓണാക്കി ഇട്ടതാ ഗൈസ്. പിന്നെ നമ്മളിവിടെ പുതിയ നമ്മൾ ഓരോരോ സാധനങ്ങളോട് അപ്പം ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ട് ഗൈസ്. ഇത് ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇതിനകത്ത് കിടന്നുറങ്ങാം. നമുക്കൊരു വീടുണ്ട്, അത് കൂടാണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ. ഓരോ ഭ്രാന്ത് കയറുമ്പോൾ ഓരോന്ന് ഉണ്ടാക്കി വെക്കും. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാ ഉണ്ടാക്കി വെച്ചതെന്നൊക്കെ നമ്മുടെ യൂട്യൂബിലാണ് ഇട്ടിട്ടുണ്ട്. ആണെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതാണ് നമ്മുടെ വീട്. നമ്മുടെ വീട് ഇന്ന് ചേഞ്ച് ചെയ്യണം. ഇച്ചിരി റിച്ച് ഹൗസാണ്. ഓക്കെ, ഈ വട്ടം നന്നായി കളിക്കേണ്ട വന്നില്ല. ഓക്കെ,
ഓക്കെ, ഇവിടെ ഇവിടെയും 2 ബ്ലോക്ക് ഉണ്ട്, ഇവിടെയും 2 ബ്ലോക്ക് ഉണ്ട്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലത്തെ ബുക്ക് സെൽഫ് ഇത്ര വേണ്ടാന്ന് തോന്നുന്നില്ലേ? ബുക്ക് സെൽഫ് മറ്റേ കൂടുതലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നിയെന്ന് കൂടുതലാണ്. 1 അടക്ക, 2 അടക്ക, 3 അടക്ക, 4 അടക്ക. അതേപോലെ ഇവിടെ ഒന്ന് വെക്കുക, ഇവിടെ ഒന്ന് വെക്കുക, ഇവിടെ ഒന്ന് വെക്കുക, ഇവിടെ ഒന്ന് വെക്കുക. ഇതിൻ്റെ ഉള്ളിൽ വെച്ചാലൊന്നും കുഴപ്പമില്ല ഗെയ്സ്, അതാണ് വേറെ. ഓക്കെ, ഇതിപ്പോൾ എന്തായി? നമ്മുടെ കയ്യിൽ ഇത് സംഭവങ്ങളില്ല. സംഭവം കൊണ്ടുവരണടേ, മറന്നു കഴിഞ്ഞിട്ട്. ഇത് ഇങ്ങനെ കണ്ടാണ് പണിയുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എത്രേ ഉള്ളൂ. ഇവിടെയും കൂടെ 2 ബ്ലോക്ക് വെച്ച് മൂടിയേക്കാം. നൈസ്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മുടെ ബുക്ക് അടിപൊളി. ഇനി ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്നൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്ന ഓഫ് ക്യാമറ ചെയ്യാമെന്ന് കരുതി കേസ്. അല്ലാണ്ട് സമയം കിട്ടില്ലടാ. അല്ലാണ്ട് ലൈവ് എപ്പോഴാണ് എനിക്ക് ഇടാൻ പറ്റുമെന്ന് അറിയില്ലടേ. അതാണ് അപ്പം ഞാൻ ഇത് ഓഫ് ക്യാമറ ചെയ്യാതിരിക്കും എനിക്ക് നല്ലത്. നിങ്ങൾക്ക് കറക്റ്റ് വീഡിയോസ്, അത്യാവശ്യം കറക്റ്റ് വീഡിയോസ് കിട്ടുന്നെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ഐഡിയ ആയിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ബ്ലോക്ക് ഞാൻ സ്റ്റെപ്പ് എടുത്തു എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ അത് പൊട്ടിക്കാൻ നിന്നത്. അപ്പോഴാണ് ഞാനൊരു സത്യാവസ്ഥ മനസ്സിലാക്കിയത്. ഞാൻ സ്റ്റെപ്പ് എടുത്തെന്ന് കരുതിയിട്ടാണ് ഞാൻ പൊട്ടിച്ചത്. അത് നമുക്കെന്നാൽ പിന്നെ ചെയ്യാം. ഇവിടെയൊക്കെ ഓരോരോ കുഴികൾ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അടയ്ക്കുക. ഇത് പകുതി പരിപാടി നമ്മൾ ഒപ്പിക്കലായിരുന്നു. അന്ന് ബ്ലോക്ക് കുറവായതുകൊണ്ട് ഒപ്പിച്ച് വിട്ടിട്ടായിരുന്നു കേസ്. എന്തല്ല കേസ്, ഇത് പിന്നെ നൈസ് ഫാം ആയതുകൊണ്ട് കുഴപ്പമില്ല. SP കൊണ്ട് അടിച്ചു പിന്നെ SP കയറും. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ചെസ്റ്റ് മൊത്തം നിറഞ്ഞത് ഭയങ്കര ഡ്രോപ്പ് കൂടുതൽ വീഴുന്നുണ്ട്. ഇനി ചെസ്റ്റ് വൃത്തിയാക്കണം. കുറേ പരിപാടി ഉണ്ടേ. മറ്റേ അത് ഓട്ടോമാറ്റിക് ആക്കാൻ പറ്റുമോ നോക്കാം കേസ്. അത് നോക്കാം. ഇനി എന്തിന് ചെയ്യണം നമ്മൾ? ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ കയ്യിൽ ഉള്ള സാധനങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഇത് ഇങ്ങനെ തന്നെയാണ് പണി. ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടി ഒന്ന് വൃത്തിയാക്കിയേക്കാം. ഭംഗി വേണം ചേച്ചി. എന്തിന് മതത്തിൻ്റെ ഭംഗി വേണം. ഓക്കെ, അപ്പോൾ അടി നമ്മളൊരു വെറൈറ്റി ബ്ലോക്ക് ഉണ്ടായാലും ബാക്കിയുള്ളതുകൊണ്ട് അത് ഈ ഫുള്ള് ഇരുണ്ടങ്ങ് നോട്ടെ. എപ്പിടി ഇരുണ്ടങ്ങ് നോട്ടെ. കുഴപ്പമില്ല. ഇവിടെയും കൂടെ അങ്ങ് നൈസ് കംപ്ലീറ്റ് ചെയ്ത് ഗൈസ്. പിന്നെ ഇതൊന്നും എനിക്ക് ചേഞ്ച് ചെയ്യണേ. അതും കൂടെ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ എപ്പിസോഡ് അവസാനിപ്പിക്കാടേ. ഇതും കൂടെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഫുൾ എൻജാൻറ്റിങ് ഡ്രസ്സുമായിട്ടേ നമ്മൾ വരുള്ളൂ ഗൈസ്. സ്വഭാവം നമ്മളത് ഓഫ് ക്യാമറയിൽ നിന്ന് നല്ല പരിപാടി എടുത്തിട്ട് വരുള്ളൂ. പിന്നെ നമുക്കൊരു ചെസ്റ്റ് ഓട്ടോമാറ്റിക് ചെസ്റ്റ് റൂം ഉണ്ടാകണം. കുറേ പരിപാടി ഉണ്ടേ. ഞാൻ എന്തിനായിരുന്നു വരുന്നത്? ഞാൻ ബാമ്പു എടുത്തിട്ട് തരാം ഗൈസ്. ബാമ്പു ഫാർമിൽ പോയി ബാമ്പു എടുത്തിട്ട് തരാം ഗൈസ്. ഇത് വെച്ചിട്ട് നമുക്ക് ആസന ഉണ്ടാക്കാം. എടേ എന്നെ സ്ട്രിങ് വേണമല്ലേ? സ്ട്രിങ് അതെ നമ്മുടെ കയ്യിൽ ബോണ് കുറയുണ്ട്. പക്ഷെ 4 ഉണ്ട്. 4 ഒന്നും ആവില്ല മകനെ. വേറെ ഉണ്ടോ? 5 ഉണ്ട്. വേറെ ഉണ്ടോ? ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കാം. എന്നിട്ട് പോയി അത് മതിയോ നോക്കാം. അല്ലെങ്കിൽ നൈറ്റ് ഇരുന്നിട്ട് ഇത് മതി ധാരാളം. ഞാൻ നൈറ്റ് ഇരുന്ന് ചെയ്യാന്ന് പറയാൻ വരുമായിരുന്നു. ധാരാളം.
ധാരാളം ഗൈസ്, ധാരാളം. ഓക്കെ, നമുക്ക് അത് പൊളിച്ചിട്ട് അവിടെയും കൂടെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കയറി ഇറങ്ങാം. അല്ലെങ്കിൽ ഞാൻ ഈ കൈ വെച്ച് അടുത്ത എപ്പിസോഡ് ആകുമ്പോൾ ഫുൾ എൻജാൻറ്റിങ് ആർമറാക്കാൻ എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഗൈസ്, നമ്മൾ പൊട്ടിക്കുമ്പോൾ എപ്പോഴും പിക്കാക്സ് വെച്ച് വേണം വുഡ് പൊട്ടിക്കാൻ. ആക്സ് ഒന്നും ഇല്ലടേ, അതൊക്കെ എവിടെയോ എൻജാൻ ചെയ്യാൻ വേണ്ടിയാണ് എവിടെയോ വെച്ച്. എവിടെയോ ട്രേഡിങ് ഹാളില് സാധനങ്ങളൊക്കെ ഭയങ്കര ഓക്കെ, അത്ര എത്തുള്ളൂ. എത്തിയ അത്ര ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സംഭവം വെക്കെങ്കിൽ ഓക്കെ നിന്നിട്ടുണ്ട്. നമ്മൾ മേലെ കയറിയിട്ട് ബാക്കിയും കൂടെ സെറ്റ് ചെയ്യണം. ഇത് മതിന്ന് തോന്നടേ. എന്താണ് എളുപ്പടേ, അതാണ് ഞാൻ ചെയ്യാൻ നോക്കട്ടെ. എനിക്ക് വീണ്ടും നിന്നു. ഇതിനകത്ത് കയറാൻ സുഖമാണ്. കയറിയാൻ പോവാ ഞാൻ. ഇതിപ്പോ കുറെ ബാക്കിയൊന്നല്ലോ, എന്തെങ്കിലുമൊക്കെ യൂസ് ആവിടെ. ഗൈസ്, അത് നമ്മള് നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഇരുന്നോട്ടാ ഗൈസ്, ആവശ്യം വരും. രണ്ടെണ്ണം ബാക്കിയായിട്ട് വെക്കണം ആവശ്യം വരും. രണ്ടെണ്ണമായിട്ട് എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി ഫിക്സ് ചെയ്യാം ഗൈസ്. അപ്പോൾ എന്താണെങ്കിലും രണ്ടെണ്ണമായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. കാര്യം സിമ്പിൾ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്താണ് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.